ഹായ് ഫ്രണ്ട്സ്, ലിനീസ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ പിസ്സയാണ് തയ്യാറാക്കുന്നത്. അതും നല്ല ജ്യൂസിയും ടേസ്റ്റിയായ ചിക്കൻ പിസ്സ. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ എല്ലാ വീഡിയോസും പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണിത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒരു ബൗളെടുത്ത് അതിലൊരു സ്പൂൺ ഈസ്റ്റും 1 സ്പൂൺ പഞ്ചസാരയും 1/4 ഗ്ലാസ് ഇളം ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി നമുക്ക് മാറ്റി വയ്ക്കാം. 5 മിനിറ്റ് ഇത് മൂടി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ 1 കപ്പ് ഗോതമ്പ് പൊടി, 1 കപ്പ് മൈദപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ ഓയിൽ, നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ഈസ്റ്റ്, പിന്നെ 1/2 ഗ്ലാസ് പാല് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് പൊറോട്ട കുഴയ്ക്കുന്നത്ര പരുവത്തിൽ നമുക്ക് കുഴച്ച് ഈ മാവ് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ സമയം അടുപ്പത്ത് ഒരു തവ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുത്ത് അത് 1 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം. നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു 250 ഗ്രാം ചിക്കൻ ചെറുതാക്കി എരിഞ്ഞത് ഇട്ടുകൊടുത്ത് നന്നായി ഇളക്കാം. അതിനുശേഷം 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി 1 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. 1 സ്പൂൺ ബട്ടറും, 1/2 കപ്പ് ക്യാരറ്റ് ചോപ്പ് ചെയ്തതും, 1/4 കപ്പ് ക്യാപ്സിക്കം ചോപ്പ് ചെയ്തതും, ആവശ്യത്തിന് ഉപ്പും ചേർത്തൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. 1 സ്പൂൺ തൈരൊഴിച്ച് നന്നായി ഒന്ന് ഇളക്കി 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തവ ഇറക്കി വയ്ക്കാം. ഇനി നമുക്ക് പിസ്സ മാവ് തയ്യാറാക്കിയെടുക്കാം. 2 മണിക്കൂർ വെച്ച് വീർത്ത പിസ്സ ഡോ നന്നായി ഒന്ന് ഇളക്കി അതിൻ്റെ ബബിൾസ് എല്ലാം നമുക്ക് കളഞ്ഞെടുക്കാം. അതിനുശേഷം അത് നമുക്ക് 2 പീസാക്കി എടുക്കാം. അതിലൊരു പീസ് എടുത്ത് ദോശ തവയിൽ നന്നായി കനത്തിൽ പരത്തിയെടുക്കാം. ഒരു ഫോർക്ക് എടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഹോൾസ് ഇട്ട് കൊടുക്കാം. അതിൽ പിസ്സ സോസ് നമുക്ക് നന്നായി ഒന്ന് പുരട്ടി കൊടുക്കാം. ചിക്കൻ സ്റ്റഫ് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ചീസ് ഇട്ട് കൊടുക്കാം. ഒരല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം. കുറച്ച് ക്യാപ്സിക്കം വെച്ച് കൊടുക്കാം. അതിന് മേലെ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞിട്ട് കൊടുക്കാം. കുറച്ച് ചീസും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഓയിൽ എടുത്ത് അതിന് ചുറ്റും ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് നമുക്ക് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയായി കിട്ടും. 10 മിനിറ്റ് കഴിഞ്ഞു. ചിക്കൻ പിസ്സ റെഡി. ഇത് നല്ല ജ്യൂസിയും ടേസ്റ്റിയായ രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching the video. Bye.